ഓം ഗുങ്കുരിപ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. നാരായണീയം ദശകം 91, ശ്ലോകം 3-4. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം പാതാലേശമനിശം ഹൃദി ഭാവയാമി. ശ്ലോകം 3. ഭീതിർനാമദിതീയാൻ ഭവതി നനു മനകൽപ്പിതം ചദ്വിതീയം തേനൈക്യാഭ്യാസശീലോർദയമിക യഥാശക്തി ബുദ്ധ്യാ നിരുന്ദ്യാം മായാവിദ്ധേത്തു തസ്മിൻ പുനരപി ന തഥാ ഭാതി മായാധിനാഥം തത്വാം ഭക്ത്യാ മഹത്യാ സതതമനുഭജാനീശ ഭജന്നീശഭീതിം വിജഹ്യാം. അന്വയം അർത്ഥം. ഭീതിർനാമ ഭയമെന്നു പറയുന്നത്, ദ്വിതീയാത് രണ്ടാമതൊരു വസ്തുവിൽ നിന്ന്, ഭവതി ഉണ്ടാകുന്നു, ദ്വിതീയം ച ആ രണ്ടാമത്തേതാകട്ടെ, മന കൽപ്പിതം മനോനിർമ്മിതമാണ്, തേന അതുകൊണ്ട്, ഇഹ ഈ ലോകത്തിൽ, ഐക്യാഭ്യാസശീലം ഒന്നെന്ന വിചാരം പരിശീലിക്കുന്നവനായി, ഹൃദയം മനസ്സിനെ, യഥാശക്തി കഴിവനുസരിച്ച്, ബുദ്ധിയാ അറിഞ്ഞിട്ട്, നിരുന്ധ്യാം നിരോധിക്കുന്നു, തസ്മിന്തു അത് തന്നെ, മായാവിദ്ധി മായാബന്ധമാകുമ്പോൾ, പുനരവി വീണ്ടും, തഥാന്ന ഭാതി അതുപോലെ പ്രകാശിക്കുന്നില്ല, തത് അതു ഹേതുവായി, ഈശ്വരൻ, മായാദിനാഥം മായയ്ക്ക് നാഥനായിരിക്കുന്ന, ത്വാം അങ്ങയെ, മഹത്യ വലുതായി, ഭക്ത്യ ഭക്തിയോടുകൂടി, സതതം സദാ, അനുഭജൻ സേവിച്ചുകൊണ്ട്, ഭീതി പ്രാപഞ്ചിക ജീവിത ഭയത്തെ, വിജഹ്യാം ഞാൻ ഉപേക്ഷിക്കും. ഹരിവും. സാരം. ഭയം രണ്ടാമതൊരു വസ്തുവിൽ നിന്നാണ് ഉണ്ടാകുന്നത്. രണ്ടാമതൊരു വസ്തു എന്ന് പറയുന്നത് രണ്ടാമതൊരു വസ്തുബോധമാണ്. ഞാനും ഈ കാണപ്പെടുന്ന ജഗത്തും എല്ലാം ബ്രഹ്മമാണ് എന്ന ബോധമാണ് ഏകത്വബോധം. ആ രണ്ടാമതൊരു വസ്തു എന്ന പറയുന്നത് നമ്മുടെ ആരോപം കൊണ്ടുണ്ടാകുന്നതാണ്. ഈ തത്വം ചിന്തിച്ച് ധ്യാനിച്ചുറപ്പിച്ച് സാക്ഷാത്കരിച്ചാൽ മായാകാര്യങ്ങളായ കാമ ക്രോധാദികളും ബന്ധങ്ങളും തന്മൂലമുള്ള ദുഃഖവും ഉണ്ടാകുകയില്ല. മായയും ഭഗവാന്റേതാണ്. ഭഗവാനെ ഭജിച്ചാൽ മായ മാറും. ഹരിവും. ഓം ഗുങ്കുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. ശ്ലോകം 4. ഭക്തേരുപത്തിവൃത്തീതവതരണജുഷാം സംഗമേനൈവ പുംസാമാസാദ്യേ പുണ്യഭാജാം ശ്രിയൈവ ജഗതി ശ്രീമതാം സംഗമേന തത്സംഗോദേവ ഭൂയാന്മമ ഖലു സദരം തന്മുഖാദുന്മിഷദ്ഭിസ്ത്വാന്മാഹാത്മ്യപ്രകാരൈർഭവതി ച സുദൃഢാ ഭക്തിരുദ്ധൂതപാപാ. അന്വയം അർത്ഥം. ദേവ ഭഗവൻ, ജഗതി ലോകത്തിൽ, ഭക്തേ ഭക്തിയുടെ, ഉത്പത്തിവൃത്തി ഉത്പത്തിയും വളർച്ചയും, തവ അങ്ങയുടെ, ചരണജൂഷാം പാദത്തെ ഭജിക്കുന്നവരുടെ, സംഗമേന ഏവ ബന്ധം കൊണ്ട് തന്നെ, പുണ്യഭാജാം പുണ്യം ചെയ്യുന്നവർക്ക്, പുംസാം ജനങ്ങൾക്ക്, ശ്രീമതാം ശ്രീയുള്ളവരുടെ, സംഗമേന ബന്ധത്താൽ, ശ്രീയ ഇവ ശ്രീയുടെ വരവും വളർച്ചയും ഉണ്ടാകുന്നത് പോലെ, ആസാദ്യ ഞാൻ നേടുന്നു, മമ ഖലു എനിക്കാകട്ടെ, സതതം എല്ലായ്പ്പോഴും, തത്സംഗ ആ സജ്ജനബന്ധം, തന്മുഖാൻ അവരുടെ മുഖത്ത് നിന്ന്, ഉന്മിഷദ്ഭി പുറപ്പെടുന്ന,
തൻ മാഹാത്മ്യപ്രകാരേ അവിടുത്തെ മാഹാത്മ്യങ്ങളായ ശ്രവണം, കീർത്തനം എന്നിവയിൽ ഭവതി ഉണ്ടാകുന്നു. സുദൃഢ ഏറ്റവും ഉറച്ചതും, ഉദ്ധൂതഭാവ പാപങ്ങളെ അകറ്റുന്നതും, ഭക്തി ച ഭക്തിയും ഭൂയാൻ ഭവിക്കട്ടെ. ഹരി ഓം. സാരം: ലോകത്തിൽ ദരിദ്രർ ധനവാന്മാരെ പ്രാപിച്ച് സേവിച്ച് ധനവാന്മാരാകുന്നു. അതുപോലെ ഭക്തിയില്ലാത്തവർ ഭക്തിയുള്ള സജ്ജനങ്ങളെ പ്രാപിച്ചാൽ സേവിച്ചാൽ ഭക്തിയുണ്ടാകും. അങ്ങനെയുള്ള സജ്ജന സംസർഗം എനിക്ക് എപ്പോഴും ഉണ്ടാകണം. അവരുടെ വചനങ്ങളിൽ നിന്നുതിരുന്ന ഭഗവാന്റെ നാനാതരത്തിലുള്ള ലീലാവിശേഷങ്ങളെ കേൾക്കാനും അവ പാടാനും അങ്ങനെ ഭഗവാനിൽ അചഞ്ചലവും പാപനാശനവുമായ ഭക്തി ഉണ്ടായി വളരാനും സഹായിക്കുന്ന അനുഗ്രഹം ഉണ്ടാകണം. ശ്രവണം, കീർത്തനം, മനനം, നിധിധ്യാസനം എന്നീ ക്രമത്തിൽ ഭഗവാന്റെ ലീലകളുടെ സംസർഗത്താൽ ഭക്തിയും മോക്ഷവും ഉണ്ടാകും, സംശയമില്ല. ഹരി ഓം.